എല്ലാവർക്കും നെക്ടറിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് 10th CBSE മാത്സിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ, അതായത് റിയൽ നമ്പർ ആണ് നമ്മളിവിടെ തുടങ്ങി വെച്ചേക്കുന്നത്. റിയൽ നമ്പറിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ, കൂടാതെ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ എക്സസൈസ് നമ്പർ 1 ഫസ്റ്റ് പ്രോബ്ലം കൂടി നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ക്ലാസ് കാണുന്നതെങ്കിൽ, ഈ വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ട് മുമ്പത്തെ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. കാരണം അതിന്റെ ബാലൻസ് ആണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യം ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ 10th സ്റ്റുഡൻസ്, നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ മാത്സ് എടുക്കാൻ പോകുന്നത് 8, 9, 10th CBSE മാത്സ് ആണ് കവർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം ഇവിടെ സോൾവ് ചെയ്യുന്നതാണ്. ടെക്സ്റ്റിലെ പ്രോബ്ലംസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകും. കഴിഞ്ഞ വട്ടം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് പഠിച്ചത്? എവിടം വരെ പഠിച്ചെന്നറിയോ? ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്സ് വരെ പഠിച്ചായിരുന്നു അല്ലെ? ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്സ് വരെ പഠിച്ചായിരുന്നു എല്ലാം പഠിച്ചത്. അതിന്റെ ബാലൻസ് അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് HCF ആൻഡ് LCM ബൈ ഫ്രാക്ഷൻസ്. HCF ആൻഡ് LCM ബൈ ഫ്രാക്ഷൻ. എന്ത് HCF ആൻഡ് LCM ബൈ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിലൊക്കെ വന്നപ്പോ ഒരു രണ്ട് നമ്പർ ഫൈൻഡ് ദ HCF ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ HCF ആൻഡ് LCM ഓഫ് 6 and 20 by the prime factorization method. ഈ പ്രൈം ഫാക്ടറൈസേഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തായിരുന്നു അല്ലെ? നോക്കാം ഇതിനകത്ത് എന്തോ ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് 6 and 20, 6ന്റെയും 20യുടെയും പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് HCF-ഉം LCM-ഉം കണ്ടുപിടിക്കണം. ഇതല്ലേ പറഞ്ഞേക്കുന്നത്? നോക്കാം നമുക്ക്. 6ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്തൊക്കെ വരും? 6 ചെയ്യുമ്പോൾ എന്തൊക്കെ നമുക്ക് വരും? 6ന്റെ ഫാക്ടറൈസ് 2 into 3 ആണ് 6 അല്ലെ? 2ഉം 3 ആണ് അതിന്റെ ഫാക്ടർ. 2 into 3 നമുക്ക് എഴുതാം. സെയിം അതേപോലെ തന്നെ 20യുടെ നമുക്ക് നോക്കാം. 20യുടെ ഫാക്ടേഴ്സ് എങ്ങനെ എഴുതാം നോക്കാം. നമുക്ക് 20 ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്നത് 20 ഡിവൈഡ് നോക്കൂ അല്ലെ? എത്ര 2 കൊണ്ട് ചെയ്യാൻ പറ്റും? ഓക്കെ, 10 വന്നു. വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റും. എത്ര വന്നു? 5 വന്നു. 2 into 2 into 5 നമുക്ക് എങ്ങനെ എഴുതാം? 20യുടെ ഫാക്ടേഴ്സ് എങ്ങനെയാണ്? 2 എത്ര ഉണ്ട്? 2 square into 5. ഓക്കെ, 2 square into 5 എന്ന് എഴുതാം. ഇത്രയും ചെയ്ത് യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ. എന്തൊക്കെ ചെയ്തു? നമുക്ക് രണ്ട് സംഖ്യ ഉണ്ട്. ആ രണ്ട് സംഖ്യയുടെ ഏതൊക്കെ രണ്ട് സംഖ്യ? ഇവിടെ 6 and 20 പറഞ്ഞേക്കുന്ന ഈ രണ്ട് സംഖ്യയുടെ എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്നു? HCF-ഉം LCM-ഉം നമുക്ക് കണ്ടുപിടിക്കുന്നു പറഞ്ഞേക്കുന്നത്. ബൈ ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 6ന്റെ രണ്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. അതുപോലെ 20യുടെ രണ്ട് ഫാക്ടേഴ്സും കണ്ടുപിടിച്ചു. 20യുടെ ഫാക്ടർ 2 raised to 2 into 5 കിട്ടി. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നോക്കി LCM. നമുക്ക് വേണ്ട HCF. ഓക്കെ, ആദ്യം HCF കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, HCF കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ നോക്കി, ഈ രണ്ടെണ്ണത്തിലും ഈ 6ന്റെയും 20യുടെയും ഫാക്ടേഴ്സിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെ ഉണ്ട് നോക്കി. ഏതൊക്കെ സംഖ്യ ഉണ്ട് കോമൺ ആയിട്ട് വരുന്ന സംഖ്യ? 2 ആണ് കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ കോമൺ ആയിട്ട് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് കോമൺ ആയിട്ട് ഏതാണ് വരുന്നത് നോക്കുക. ഇവിടെ 2 ആണ് കോമൺ ആയിട്ട് വരുന്നത്. നമുക്ക് 2ന്റെ കോമൺ ഉണ്ട്. 2 ഇവിടെ 2 സ്ക്വയർ അല്ലെ? ഇത് എന്റെ ലീസ്റ്റ് പവർ എടുത്തത്, അതായത് 2 raised to 1. 2 means 2 raised to 1 ആണ്. 2 raised to 1 നമുക്ക് ലീസ്റ്റ് പവർ ഉള്ള ആ കോമൺ സംഖ്യ, അതായത് ഇവിടെ 2 raised to 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അതാണ് HCF എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി LCM എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, LCM എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത്, നിങ്ങൾ LCM എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതൊക്കെ ഈ രണ്ടെണ്ണത്തിന്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്ന, വീണ്ടും കോമൺ ആയിട്ട് വരുന്ന ഏതാണോ സംഖ്യ അതിന്റെ ഹയസ്റ്റ് പവർ ഉള്ള സംഖ്യ എഴുതണം. ഹയസ്റ്റ്, അതായത് 2 raised to 1 ഉണ്ട്, 2 raised to 1. നമുക്ക് എഴുതേണ്ടത് 2 raised to 2. അത് ആദ്യമേ എങ്ങനെ എഴുതുക? ഇൻറ്റു, ഇനി കോമൺ അല്ലാതെ കിടക്കുന്ന സംഖ്യ ഏതൊക്കെയുണ്ടോ അതെല്ലാം അങ്ങ് പറക്കി എഴുതപ്പെടട്ടെ. അതായത് 2 raised to 2 into 3 ഉണ്ട്, into 5 ഇത്ര എഴുതാം. അതായത് എന്ത് വരും? 2 raised to 2 വരും. 2 raised to 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആണ്. 4 into 5 നമുക്ക് 20. മൊത്തം എത്ര വരും? 60. അതല്ലേ ആൻസർ എത്ര കിട്ടും? 60 എന്ന് കിട്ടും. ഓക്കെ, 60. അതായത് LCM 60യും HCF എന്താണ്? 2 ആണ് ഇവിടെ. ഓക്കെ, അതൊന്നും പറയാം. ഓക്കെ, HCF എന്ന് വെച്ച് കഴിഞ്ഞാൽ product of the smallest power of each common prime factor in the number. ഇതാണ് HCF എന്ന് വെച്ചാൽ. LCM എന്താണെന്ന് ചോദിച്ചാൽ product of the greatest power of each prime factors. Okay, each prime factors involved in the number. Okay, ഇക്കാര്യം അറിയാലോ. ഇനി സംശയത്തിന് ആവശ്യമില്ല ഈ കാര്യത്തിൽ. 6ന്റെയും 20യുടെയും HCF നമ്മൾ LCM കണ്ടുപിടിച്ചു. ഇനി ഈ HCF-നും LCM-നും തമ്മിലൊരു ബന്ധം, ഈ HCF-ഉം LCM-ഉം ഈ സംഖ്യയ്ക്കും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത്
ഈ സംഖ്യയുടെ അതായത് പ്രോഡക്റ്റ് ഓഫ് ദിസ് നമ്പർ, അതായത് 6 അല്ലേ, ഫസ്റ്റ് നമ്പർ ഇതാ 6 ആണ്, സെക്കൻഡ് നമ്പർ ഇതാണ് ഇവിടെ 20 ആണ്. പ്രോഡക്റ്റ് ഓഫ് ദിസ് നമ്പർ, ഓക്കെ, 6 into 20 ഈസ് ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്തായിരിക്കും? ഇതിന്റെ LCFന്റെ LCM into HCF ഇത് തന്നെ കിട്ടാൻ പോണേ. രണ്ട് സംഖ്യ തന്നിട്ട് അതിന്റെ HCFും LCMും കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ മനസ്സിലായി. ഇനി എന്താ തമ്മിലുള്ള ഒരു ബന്ധങ്ങളുണ്ട്. അതിന് എന്താണ് ബന്ധമുള്ളത്? ഈ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ HCFും LCMും ഗുണിച്ചാൽ കിട്ടുന്നത് അതിന്റെ പ്രോഡക്റ്റും സെയിം ആയിരിക്കും. നമ്മൾ നോക്കി 6 into 20 എത്ര കിട്ടും? 60 into 20 120 ആണല്ലോ. ഇനി ഇവിടെ HCFും LCMും എന്താണെന്ന് നോക്കി. HCF LCMും HCF 2 ആണ് അല്ലെ, HCF 2 ആണ്, LCM ആണ് 60 ആണ്. ദാറ്റ് ഈസ് 2 into 60 എത്ര വരുന്നത്? 120. അത് 120 വരും. ഓക്കെ, 120. ഈ ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അതായത് ഏതാ ഈ ഫോർ എനി ടു പോസിറ്റീവ് ഇൻഡിജർ A and B ഏതെങ്കിലും രണ്ട് നമ്പർ ആണെങ്കിൽ അതിന്റെ എയും ബിയും രണ്ട് നമ്പർ ആണെങ്കിൽ HCF of AB and HCF of LCM of AB is equal to A into B ആയിരിക്കും. ഈ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. കുറെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ സംശയങ്ങളെല്ലാം അവിടെ മാറിക്കിട്ടും. ഓക്കെ, ഇനി ഫസ്റ്റ് ഒരു പ്രോബ്ലം നോക്കി. നമ്മൾ ടെക്സ്റ്റിലെ പ്രോബ്ലം ആണ് നമുക്കത് ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ LCM and HCF of the following pairs of integer and verify that LCM into HCF is equal to product of the two number. തൊട്ടുമ്പോ നമ്മൾ ചെയ്തില്ലേ 2ന്റെ ഏതാ 2 അല്ല, തൊട്ടുമ്പോ നമ്മൾ ചെയ്തല്ലേ, തൊട്ട് ബാക്കില് ഏതൊക്കെയായിരുന്നു? സെയിം അതേപോലെയാണ് നാണ് ചെയ്യേണ്ടത്. ഇവിടെ എന്തോ കേസ് വന്നേക്കുന്നത് 26. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ 26 91. നോക്കാം നമുക്ക് 26 91 26ഉം 91 എങ്ങനെ നമുക്ക് ചെയ്യാം? 26 ഓക്കെ, 26നെ ഫാക്ടേഴ്സ് ഒക്കെ നോക്കാം അല്ലെ. 26ന്റെ ഫാക്ടേഴ്സ് എങ്ങനെയായിരുന്നു നോക്കാം. ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ 26ന്റെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 വെച്ച് ചെയ്യാം അല്ലെ. ഏറ്റവും ചെറിയ സംഖ്യ വെച്ച് ചെയ്യണം. 2 വെച്ച് ചെയ്തു. എത്ര കിട്ടിയാണ്? അവിടെ എനിക്ക് 13 വന്നു. ഇനി 13 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും സംഖ്യ 13 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇല്ല. എന്തുകൊണ്ടാ? 13 ഒരു പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പർ എന്താണ്? കോമ്പോസിറ്റ് നമ്പർ ആണെന്നല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ഓൾറെഡി. ഓക്കെ, ഇനി 26 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ 26നെ നമുക്ക് 2 into 13 എഴുതാം. 2 into 13 എഴുതാം. അതേപോലെ നമുക്ക് 91നെ നോക്കാം. 91 എങ്ങനെ എഴുതാം നോക്കി. 91നെ നമ്മളൊന്ന് ഫാക്ടേഴ്സ് അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പോകും. 91 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? 91 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ 2 കൊണ്ട് 3 കൊണ്ട് ചെയ്യുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, പറഞ്ഞിട്ടുണ്ട്. ഈ 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? 3 കൊണ്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ 3 കൊണ്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 3യുടെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന സംഖ്യ ആണോ നോക്കണം അല്ലെ. 9 + 1 10. 3യുടെ മൾട്ടിപ്ലിക്കേഷൻ എഴുതാണ്ടോ? ഇല്ല, 3 കൊണ്ട് പറ്റത്തില്ല. ഇനി 4 പോട്ടെ. ഇനി 5 ആണെങ്കിൽ ഒന്നെങ്കിൽ എന്താ യൂണിറ്റ് പ്ലേസ് എന്ന് പറയാം 5 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. ആ കേസുകൾ നടക്കുന്നില്ല. ഇനി 6 7 കൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? 7 നമ്മൾ എങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? 7 എങ്ങനെ നോക്കാൻ പറഞ്ഞത്? നമ്മൾ 91 ആണെങ്കിൽ 9 ആദ്യം എടുത്ത് എഴുതുക. ലാസ്റ്റ് ഡിജിറ്റ് നമ്പർ ഏതാ? 1 ആണ്. ഡബിൾ അതിന്റെ അകത്ത് മൈനസ് ചെയ്ത് നോക്കുക. അതായത് 9 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അതായത് 7 ഇവിടെ കിട്ടി. അതായത് 7 എന്ന് വെച്ചാൽ 7ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന നമ്പർ ആണ് 7 അല്ലെ. 1 into 7 7. അതാണ് തീർച്ചയായിട്ടും ഇനി 91 നമുക്ക് 7 കൊണ്ട് ചെയ്യാൻ പറ്റും. 91 7 കൊണ്ട് ചെയ്യാം. എത്ര? 91 7 കൊണ്ട് ചെയ്ത് എത്ര കിട്ടും നമുക്ക്? 91 ഡിവൈഡഡ് ബൈ 7 എത്ര കിട്ടും? 13 അല്ലേ? ആണോ? 13 കിട്ടി അല്ലെ. 13. ഓക്കെ, ഇനി നമുക്ക് 91 എങ്ങനെ എഴുതാം? അങ്ങനെയാണെങ്കിൽ 7 into 13 എഴുതാലോ. 7 into 13 എഴുതാം. ഇവിടെ HCF എന്താ വരുന്നത്? HCF is equal to HCF എങ്ങനെ പറഞ്ഞേക്കുന്നത്? കോമായിട്ട് വരുന്ന ഏതാണോ അത് ലോവസ്റ്റ് പവർ. ഇവിടെ കോമായിട്ട് വരുന്നത് വരുന്നത് എന്താ? 13 അല്ലെ. 13 ലോവസ്റ്റ് പവർ 113 30 raised to 1 ഓക്കെ. 13 നമുക്ക് എഴുതാം. HCF is equal to എന്താണ് നമുക്ക് എഴുതാം? 13. ഇനി LCM എന്താ നമുക്ക് എഴുതാം? LCM is equal to ആദ്യം കോമായിട്ട് വരുന്ന സംഖ്യ ഉണ്ട് 13 ഉണ്ട് അല്ലെ. 13 നമുക്ക് എഴുതാം. ഹലോ ഹയസ്റ്റ് പവർ ഒന്നുമില്ലല്ലോ. 13 into 130 into അടുത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്? കോമൺ അല്ലാത്തത് 2 ഉണ്ട് 7 ഉണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. 13 into 2 into 7 13 into 2 into 7 13 into 2 into
7 അല്ലെ അത് ചെയ്ത് തരും. അതായത് നോക്കിയാൽ 13 into 2 into 7 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 13 into 4 13 നമുക്ക് എന്താ 13 into 2 into 7 14 13 into 14 ചെയ്ത് നോക്കാം അല്ലെ. എത്ര വന്നു? 2 3 4 into 3 12 1 4 5 then 1 into 3 3 1 into 1 1 2 8 1 എത്ര കിട്ടും? 182 that is equal to ഇവിടെ LCM ഒക്കെ എത്ര കിട്ടും? 182 LCM കിട്ടി. ഓക്കെ, HCF 30 കിട്ടി, LCM 182 കിട്ടി. ഈ കാര്യത്തിൽ ഡൗട്ട് ഒന്നും വേണ്ടല്ലോ, ഒരു ഡൗട്ടിന്റെ കാര്യമില്ലല്ലോ. ഇനി നോക്കാം നമുക്ക് ഈ എന്ത് ചെയ്യാൻ പറയുന്നത്? HCF-ഉം HCF-ഉം LCM-ഉം കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? HCF into LCM is equal to product of the two number. വെരിഫൈ ചെയ്യണം അല്ലെ, വെരിഫൈ ചെയ്യണം ശരിയാണോ കിട്ടിയേക്കുന്നത്, വെരിഫൈ ചെയ്യാനേക്കുന്നത്. HCF into LCM is equal to product of that number. പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്, നമുക്ക് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണം. നോക്കി ഇവിടെ HCF into LCM, HCF എവിടെ എത്ര? HCF എങ്ങനെ നമുക്ക് HCF into LCM ചെയ്യണ്ട അല്ലയോ? HCF into LCM, HCF into LCM, HCF എത്ര? 13 into LCM എത്ര? 182. നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കണം. 182 ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ കിട്ടും? 182. ആ സൈഡിലൂടെ നമുക്ക് ചെയ്യാം അല്ലെ. 1 ഞാൻ മറ്റു ചെയ്തേക്കാം. 182 into 13 ചെയ്യുന്നു. 3 into 2 6 24 2 എഴുതി 5 then 2 8 1 that's equal to 6 6 13 1 2 2 3 6 6. Okay, 2 3 6 6. HCF into LCM 30 2 3 6 is equal to നമുക്ക് എന്താ എഴുതാം? 2 3 6. ഇനി നമുക്ക് ചെയ്യേണ്ട HCF into LCM ചെയ്തപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? 2 3 6 കിട്ടി അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ നമ്പേഴ്സിന് അതുപോലെ തന്നെ നമുക്ക് ഒന്ന് മൾട്ടി നമ്പേഴ്സ് 26 91 ചെയ്ത് നോക്കാം അല്ലെ. 26 91 ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? നമുക്ക് ബോർഡ് ചെയ്യാം. 26 91 26 into 91 നമുക്ക് ചെയ്ത് നോക്കാം. 91 into എങ്ങോട്ട് എഴുതാം? 91 into 26 91 into 26 ചെയ്യുന്നു. 5 6 and then 54 2 18 6 6 then 20 13 2 the 2 3 6 2 3 6 2 3 6 182. ഓക്കെ, 2 3 6 ആണല്ലോ. 2 3 6. അപ്പം അവിടെ നമുക്ക് അത് കിട്ടി, അത് കിട്ടി, ആൻസർ കിട്ടി അല്ലേ. ഓക്കെ, നമുക്ക് 2 3 6 അല്ലെ. HCF LCM ചെയ്തപ്പോൾ നമുക്ക് നമ്പേഴ്സും പ്രോഡക്റ്റും രണ്ടും സെയിം ആയിട്ട് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 510 into 92 അല്ലെ. 510 510 and 92 ഇത് രണ്ട് HCF-ഉം LCM-ഉം കണ്ടുപിടിക്കണം, എന്നിട്ടത് വെരിഫൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് നമുക്ക് 510 നോക്കാം. 510 നോക്കാം. 510 നമുക്ക് ഇങ്ങോട്ട് മാറ്റി ചെയ്യാം. 510 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 255 വരുമല്ലോ. ഇനി ഇതിന് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? നോക്കി, 2 കൊണ്ട് വരത്തിൽ ഉറപ്പിച്ചു. ഇനി 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? 3 കൊണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായിരിക്കും? നമ്പേഴ്സ് അതിന്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കി. 5 + 5 10 10 + 2 12 12 എന്ന് വെച്ചാൽ എന്താണ്? 3 കൊണ്ട് ഡിവിസിബിൾ ആണ് അല്ലെ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 12. ദാറ്റ് മീൻസ് ഇവിടെ 3 കൊണ്ട് നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര പറ്റും? 85. ഓക്കെ, ഇനി അതിന് 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 85ന് 8 + 5 എത്ര വന്നു? 13. 3യുടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നില്ല, 3 കൊണ്ട് പറ്റില്ല. ഇനി തന്നെ 5 കൊണ്ടാണ് നെക്സ്റ്റ് പറ്റുന്നത്. 5 കൊണ്ട് ചെയ്യുമ്പോൾ എന്തോ കിട്ടാൻ പോകുന്നത്? 5 into 5ഉം 85 ഡിവൈഡ് ചെയ്ത് നോക്കാം. 5 85 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടാം നമുക്ക്? 1 17 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 3 into 5 into 70 അല്ലെ. എഴുതിക്കൂടെ അതിന്റെ ഫാക്ടേഴ്സ്. ഇനി അടുത്ത് നമുക്ക് 92ന് ഇതേപോലെ ചെയ്ത് നോക്കാം. 92നെ ചെയ്ത് നോക്കാം. 92 നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? 92നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 92നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 46 കിട്ടും. 46നെ വീണ്ടും നമുക്ക് എന്തുകൊണ്ട് 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 23 കിട്ടും. ഈ 23 എന്തെങ്കിലും സംഖ്യ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? 23 അടുത്ത് ഏതെങ്കിലും സംഖ്യ കൊണ്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇല്ല. എന്തുകൊണ്ടാ? 23 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്?
23 എന്ന സംഖ്യ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? 23 ഒരു പ്രൈം നമ്പർ ആണ് അല്ലെ? പ്രൈം നമ്പർ ആണ്. അതൊക്കെ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റില്ല. നമുക്ക് മാറ്റി കൊണ്ട് എഴുതാം. നമുക്ക് അന്നേരം 92ന്റെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 92നെ 2 അല്ലേ? 2 എഴുതാം ഇൻറ്റു 23 എഴുതാം. ഓക്കെ. ഇനി നമുക്ക് എന്തൊക്കെ വേണം? HCF LCM അല്ലെ? HCF നോക്കാം. HCF ഈസ് ഈക്വൽ ടു എന്തുവാ? രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഏതെന്ന് നോക്കും. അതിന്റെ ലോവസ്റ്റ് പവർ കോമൺ ആയിട്ട് വരുന്നത് എന്തുകൊണ്ട്? ഇവിടെ 2 കോമൺ ആയിട്ട് വരുന്നുള്ളൂ. അതിന്റെ ലോവസ്റ്റ് പവർ ദാറ്റ് ഈസ് 2⁻1 നമുക്ക് ദാറ്റ് ഈസ് 2 ആണ്. HCF 2 ആണ്. ഇനി LCM നോക്കാം. LCM നോക്കുമ്പോൾ എന്താണ്? ആദ്യം നോക്കേണ്ട കോമൺ ഉള്ള സംഖ്യ ഏതാണെന്ന് നോക്കുക. അതിന് ഹയസ്റ്റ് പവർ എടുത്ത് എഴുതുക. അതേപോലെ 2 ഉണ്ട്, 2⁻2 ഉണ്ട്. ദാറ്റ് ഈസ് 2⁻2 എഴുതി ഞാന്. തീർന്നോ? ഇല്ല. ബാക്കിയുള്ള സംഖ്യ എല്ലാം കോമൺ ഉള്ള സംഖ്യ എല്ലാം പറക്കി എഴുതുക. ഏതൊക്കെ? ഇവിടെ 3 ഉണ്ട്, ഇൻറ്റു 5 ഉണ്ട്, ഇൻറ്റു 17 ഉണ്ട്, ഇൻറ്റു 23 ഉണ്ട് അല്ലെ? 23 ഉണ്ട്. ഓക്കെ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? LCM കിട്ടും. 2 × സ്ക്വയർ 4 × 5 4 × 5 4 × 5 20 20 × 3 20 × 3 60. അവിടെ 60 വന്നു. ഓക്കെ. ഞങ്ങൾ മാറ്റി വെച്ചേക്കാം. 60 ഇവിടെ വന്നു. ഇവിടെ ഉണ്ട്. ഇനി അടുത്ത് 70 × 23 23 × 7 ചെയ്യാം. 23 × 7 ചെയ്യുമ്പോൾ 21 2 14 60 3 2 that is equal to 1 9 3 1 391 sorry 391 ഇനി നമുക്ക് ഇൻറ്റു 60 ഉണ്ടായിരുന്നു. 6 കൊണ്ട് ചെയ്ത് നോക്കാം. 6 that equal to 6 54 അല്ലേ? 54 5 18 plus 3 23 2346 2346 0 ഇടാറുണ്ട് അല്ലേ? 0 കണ്ടതാണ്. 0 ഉണ്ടായിരുന്നല്ലോ. ഓക്കെ. LCM നമുക്ക് 23460 കിട്ടി അല്ലേ? 23460 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം അല്ലേ? നമുക്കൊന്ന് വെരിഫൈ ചെയ്യണം. എന്ത് ചെയ്യണ്ടേ? പ്രോഡക്റ്റ് ഓഫ് these two number is equal to HCF into LCM. നമുക്ക് നോക്കാം. HCF into LCM എന്തോ നോക്കാം. ആദ്യമേ അതങ്ങ് എഴുതി മാറ്റിയേക്കാം. HCF into LCM is equal to ഇതിനെന്താണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെ? 23460 into 2 ചെയ്യുന്നത്. എത്ര കിട്ടും നമുക്ക്? 2 കൊണ്ട് ചെയ്യുമ്പോൾ 4 6 9 എത്ര കിട്ടും നമുക്ക്? 4 6 46920 ഓക്കെ. HCF into LCM ചെയ്തപ്പം 46920 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് നമ്പർ അല്ലെ? പ്രോഡക്റ്റ് ഓഫ് ഏതൊക്കെ നമ്പർ? പ്രോഡക്റ്റ് 92 into 510 ഇങ്ങോട്ട് സൈഡോട്ട് മാറ്റി ചെയ്യാം. 92 into 51 ചെയ്യുവാണ് 51 that is equal to 2 9 10 10 0 1 45 46 46 2 9 4 6 ഓക്കെ. 0 ഉണ്ടല്ലോ ഇടാൻ. നമുക്ക് 510 ആയിരുന്നു അല്ലേ? 0 കിട്ടുന്നുണ്ട്. 0 കിട്ടാം. കാണാൻ പറ്റുന്നുണ്ടോ? 0 ഇടാണ്ട് 0 ഇടാം. ഓക്കെ. അതായത് എത്ര കിട്ടും നമുക്ക്? പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് നമ്പർ പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് നമ്പർ വരും അന്നേരം product of that number that is equal to 92. Product of that one 510 into 92 is equal to 46920 കിട്ടി അല്ലേ? ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്തു. ഏതാ? 510 92 കേസ്. ഓക്കെ. ഇങ്ങനെ 2 പ്രോബ്ലം നമ്മളിപ്പം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ. 2 പ്രോബ്ലം കഴിഞ്ഞു. ഇനി തേർഡ് പ്രോബ്ലം മൂന്നാമത്തെ പ്രോബ്ലം 336 ആൻഡ് 54 336 54 ആണ് അല്ലെ? അത് നോക്കാം. നമുക്കൊന്നും ചെയ്ത് നോക്കാം. 336 ആൻഡ് 54 ഓക്കെ. ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്ന് 336 ആൻഡ് 54. ഈ കേസിൽ 336 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ അങ്ങോട്ട് മാറ്റി 336 2 കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെ? 2 കൊണ്ട് 1
68 വരും. വീണ്ടും അതിന് 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ചെയ്യുമ്പം 84 വരും. 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 42 വരും. അടുത്ത ഇനി 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 21 വരും. 21 പിന്നെ 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെ. 7 വന്നു. ഓക്കെ, അതായത് 336നെ നമുക്ക് എങ്ങനെ എഴുതാം? 336നെ നമുക്ക് 2 raised to എത്ര ഉണ്ട്? 1 2 3 4 2 raised to 4 ഉണ്ട് അല്ലെ. 4 into 3 into 7 എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത 54 നോക്കി. 54ന്റെ കേസ് 54ന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ചെയ്യുമ്പോൾ 27 വരും അല്ലെ. ഇനി അതിനെന്താ ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ചെയ്യുമ്പോൾ 9 വരും. വീണ്ടും 3 കൊണ്ട് ചെയ്യാൻ നമുക്ക് 3 വന്നു. ഓക്കെ, 3 വന്നു. നമുക്ക് എങ്ങനെ അതിന്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 54ന്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 2 അല്ലയോ ഇൻറ്റു 3 raised to 3 3 അല്ലേ. 3 raised to 3 എഴുതാം. ഓക്കെ, ഇനി നമുക്കിവിടെ HCF ചെയ്യാൻ വേണം. HCF എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? HCF എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള സംഖ്യ നോക്കുക. കോമൺ ആയിട്ട് എഴുതുന്നത് 2 കൊണ്ട് 3 കൊണ്ട് കോമൺ. അതിൻ്റെ അകത്ത് ലോവസ്റ്റ് പവർ വരുന്നത് 2ന്റെ കേസ് എടുക്കും. 2ന്റെ ലോവസ്റ്റ് പവർ കോമൺ എത്ര? 2 ലോവസ്റ്റ് പവർ 2 raised to 1. 3യുടെ കേസ് 3, that is equal to 2 into 3, that is equal to 6. HCF 6 ആണ്. ഓക്കെ, HCF 6. Then LCMന്റെ കേസ് നോക്കാം നമുക്ക്. LCM ആവുമ്പം LCM ഈസ് ഈക്വൽ ടു ഏതൊക്കെ വരും? കോമൺ വരുന്നതിന്റെ ഹയസ്റ്റ് പവർ. ഫസ്റ്റ് നമുക്ക് 2 കോമൺ വരുന്നു. 2 ഹയസ്റ്റ് പവർ ആവുമ്പോൾ 2 raised to 4. ഇനി 3 കോമൺ വരുന്നുണ്ട്. 3 raised to 3 ഇൻറ്റു കോമൺ ഇല്ലാത്ത 7 ഉണ്ട്. ഓക്കെ, 2 raised to 4 into 3 raised to 3 into 7. നമുക്ക് നോക്കാം. 2 raised to 4 2 raised to 4 16 അല്ലെ. 16 into 20 3 square 27 into 7. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 024. ഓക്കെ, LCM. ഇനി നമുക്ക് എന്ത് വെരിഫൈ ചെയ്യണം അല്ലെ. വെരിഫൈ ചെയ്യാം. HCF into LCM ഈസ് ഈക്വൽ ടു നമുക്ക് വെരിഫൈ ചെയ്യണ്ടേ? HCF into LCM ഈസ് ഈക്വൽ ടു 6 into 3024, that is equal to നോക്കാം 3024 into 6. One 18144 അല്ലെ. 18144 കിട്ടി. ഓക്കെ, that is equal to 18144. ഓക്കെ ആണല്ലോ. 18144 കിട്ടി. പറ്റുന്നുണ്ടോ? 18144. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കടുത്ത് ചെയ്യേണ്ടത് ഇതിന്റെ പ്രോഡക്ട്സ് നോക്കണം അല്ലെ. നമ്പേഴ്സ് പ്രോഡക്റ്റ്, അതായത് 3 നമ്പേഴ്സ് ഒക്കെ 3 36 into 54 ചെയ്ത് നോക്കണം. 336 into 54 ചെയ്ത് നോക്കണം. ഓക്കെ, 336 into 54 നോക്കാം. 336 into 336 into 54. 6 into 4 24 2 under 4 4 കാണാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ. നോക്കി 1844 കിട്ടിയല്ലോ. 1844 രണ്ട് സെയിം അല്ലേ. നമുക്ക് എന്ത് ചെയ്തപ്പോ നമുക്ക് കിട്ടിയതും രണ്ടും ഇവിടെ സെയിം ആയിട്ട് നമുക്ക് കിട്ടി. 18144. ഓക്കെ ആണല്ലോ. രണ്ടും നമ്മൾ ഇവിടെ വെരിഫൈ ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ അവിടെ സോൾവ് ചെയ്തു നമ്മൾ. ഓക്കെ, ക്വസ്റ്റ്യൻ ഏതൊക്കെയായിരുന്നു നോക്കാം.
അങ്ങനെ 3 ക്വസ്റ്റ്യൻ അല്ലേ? ഈ 3 ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ചെയ്തു. ഒന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 26 into 91 ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ 510 and 92 ആയിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ 336 into 54. ഇത് മൂന്നും നമുക്ക് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ? ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തതിനു ശേഷം നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കുറച്ച് വർക്ക്ഔട്ട് ചെയ്യണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Find the LCM and HCF of the following integers by applying the prime factorization method. ഇവിടെ എന്താണ്? 3 സംഖ്യയാണ് അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 12, 15 and 21. ഇതാണ് സംഖ്യ അല്ലെ? 3 സംഖ്യയുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 7, 23 and 29. തേർഡ് ക്വസ്റ്റ്യൻ 8, 9 and 25. ഈ 3 ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 12, 15 and 21. പഴയ പോലെ ഫാക്ടറൈസ് ചെയ്ത് 12ന്റെ ഫാക്ടേഴ്സ് എടുക്കാം. നമുക്ക് 12ന്റെ അങ്ങോട്ട് ചെയ്ത് നോക്കാം. സൈഡിലോട്ട് മാറ്റി 12ന്റെ ചെയ്യുമ്പം 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 6 വന്നു. 6 വന്നു കഴിഞ്ഞാൽ പിന്നെ 2 കൊണ്ട് ചെയ്യാം. 3 വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 3. അടുത്ത 15 എന്തുമായിരിക്കും വരുന്നത്? 15 3 into 5 അല്ലെ? 3 into 5. അടുത്ത 21ന്റെ കേസ് ആവുമ്പോൾ 21 നമുക്ക് ഇത് വരും. 21നെ നമുക്ക് ചെയ്ത് നോക്കാം. 21നെ 3 കൊണ്ട് ചെയ്യാൻ പറ്റും. ഏതാ? 7. 3 into 7. 3 into 7. ഓക്കെ. ഇനി ഇവിടെ HCF എന്താണ്? HCF എന്താണ്? HCF എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ലും കോമായിട്ട് എഴുതുന്ന സംഖ്യ നോക്കാം. 3ലും കോമായിട്ട് എഴുതുന്നത് നമുക്കിവിടെ 3 ഉള്ളൂ. 3 raised to അതിന് ലോവസ്റ്റ് പാർ അല്ലേ? 3 തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും 3 തന്നെ ഉള്ളൂ. 3 നമ്മൾ എടുത്ത്. ഇനി LCM നോക്കാം. LCM ആവുമ്പം ആദ്യം നോക്കുക കോമായിട്ട് എഴുതുന്ന സംഖ്യ ഏതാണ്ട് നോക്കുക. കോമായിട്ട് എഴുതുന്ന 3 ആണ്. എന്റെ ഹയസ്റ്റ് പവർ നോക്കുക. ഹയസ്റ്റ് പവറും എന്താ 3 തന്നെയാണ് എഴുതുന്നത്. 3 raised to 1 ദാറ്റ് ഈസ് ഈക്വൽ 3 ആണ് കോമൺ ഉള്ള എഴുതി. അത് കഴിഞ്ഞ ശേഷം ബാക്കി എന്തൊക്കെ എഴുതുന്നുണ്ടോ അതെല്ലാം വർക്ക് എഴുതുക. എത്ര 2 സ്ക്വയർ ഉണ്ട്. കോമൺ എല്ലാം കിടക്കുന്ന 2 സ്ക്വയർ ഉണ്ട് ഇവിടെ. പിന്നെ എന്തുകൊണ്ട്? ഒരു 5 ഉണ്ട്. ഒരു 7 ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്ത് നോക്കണം? 3 സ്ക്വയർ 2 സ്ക്വയർ 4 4 into 5 4 into 5 20 into 3 60 60 into 7 42 420 420 420. Okay. Next question നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17, 23 and ഇതങ്ങ് വായിച്ച് വേണ്ട. 17, 23 and ഇത് കളഞ്ഞേക്കെ. ഓക്കെ. നോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 17, 23, 29. 17, 23, 29. ഇപ്പൊ 17 എന്തൊക്കെ വരും? 17 വരും 1 into 7. കാരണം എന്താണ്? 17 1 into 7 കാര്യം എന്താണ്? ഇതൊരു പ്രൈം നമ്പർ ആണ് അല്ലെ? 23 എന്ത് വരും? 23 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 into 23. 23 1 into 23 ആണ്. അടുത്ത 29ന്റെ കേസ് വരുന്നുണ്ട്. 29 തന്നെ അല്ലായിരുന്നു അത്? 29 വരുമ്പോ എന്ത് വരും? 29 വരുമോ? അവിടെ എന്താണ്? 29 എന്താണ്? അതൊരു പ്രൈം നമ്പർ ആണ് അല്ലെ? 1 into 29. ഇവിടെ HCF എത്രയാണ്? HCF is equal to എന്ത് എഴുതാം നമുക്ക്? 1. LCM എന്താണ്? LCM is equal to 17 into 23 into 29. ഇതായിരിക്കും എന്റെ LCM എന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question 8, 9, 25. 8, 9 and 25. നോക്കാം. 8ന്റെ നോക്കാം. 8ന്റെ ആവുമ്പം 8ന്റെ ഫാക്ടേഴ്സ് ചെയ്യുമ്പം 4 2 കൊണ്ട് 2 raised to 3. 9ന്റെ കേസ് എഴുതുമ്പം 9 ആവുമ്പം എത്ര വരും? 3 കൊണ്ട് ചെയ്യാൻ 3 സ്ക്വയർ. അടുത്ത 25 ആവുമ്പം 25 5 കൊണ്ട് എടുത്തുള്ളൂ 5 സ്ക്വയർ. ഓക്കെ. ഇവിടെ HCF എത്രയാണ്? HCF is equal to കോമൺ എന്തെങ്കിലുണ്ടോ? ഇല്ല. 1 ആണ് കോമൺ. HCF is equal to ഇവിടെ 1 നമുക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ. കോമൺ ഒന്നുമില്ല. 1 എന്തുകൊണ്ടെന്ന് മനസ്സിലായോ? 1 എഴുതി തന്നെ 2 raised to 3 into 2 that is 2 raised to 3 into 1 നമുക്ക് എഴുതാമല്ലോ. 2 raised to 3 into 1 അതുപോലെ 3 raised to 2 into 1 5 raised to 2 into 1 1 ഇവിടെ കോമൺ ആണ്. 1 ഉള്ളൂ കോമൺ അല്ലേ?
ഇനി LCM എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് LCM എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം LCM ഈസ് ഈക്വൽ ടു 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഈ ചെയ്ത് കിട്ടുന്നതായിരിക്കും ഇതിന്റെ LCM. പ്രോബ്ലം ചെയ്യാണ്ട് കുറച്ച് കാര്യങ്ങൾ വേറെ അദ്ദേഹത്തിൽ ചെയ്യാണ്ട് തൽക്കാലം ഞാൻ ക്ലാസ്സുകൾ വെച്ച് വൈഡപ്പ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ ഇതിന്റെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചേക്കുക. ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കറക്റ്റ് സമയത്ത്. ഇനി ഈ പ്രോബ്ലംസ് ചെയ്തതിനു ശേഷം നമുക്ക് വീണ്ടും ടെക്സ്റ്റ് പ്രോബ്ലം ചെയ്തതിനു ശേഷം നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.